നമസ്കാരം. ഇന്ന് 25ാമത്തെ എപ്പിസോഡാണ്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ക്യാമറയെക്കുറിച്ചും ക്യാമറമാനെക്കുറിച്ചുമാണ്. അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞിരുന്നു ക്യാമറമാനെക്കുറിച്ചുമാണ് ഞാൻ പറയാൻ പോകുന്നതെന്ന്. വേറൊരു ഡോക്യുമെൻ്ററി വർക്കുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഒരു ഇച്ചിരി സാമ്പത്തികമായിട്ട് ബെനിഫിറ്റുള്ളൊരു വർക്ക് കിട്ടുമെന്ന് അത് ചെയ്തിരുന്നു. അത് പക്ഷേ ഞാൻ ആ ഷോർട്ട് ഫിലിമിൻ്റെ അവസരമല്ല കേട്ടോ അത് ചെയ്തത്. 4K റെസൊല്യൂഷനുള്ള നല്ലൊരു ക്യാമറ വെച്ചാണ് ചെയ്തത്. സാമ്പത്തികം മുടക്കാൻ പ്രൊഡ്യൂസർ ഉള്ളതുകൊണ്ടാണോ അങ്ങനെ ചെയ്തത്. ഇപ്പോൾ ഞാൻ ക്യാമറയെക്കുറിച്ച് പറയാം. നമുക്കിപ്പം അതായത് 3 മാസം കൂടുമ്പോൾ ക്യാമറ, അതായത് ഉള്ള ക്യാമറകളിലോ അല്ലെങ്കിൽ പുതിയ ക്യാമറകളോ ജനറേഷൻ അതിൻ്റെ ടെക്നിക്കലായിട്ടുള്ള എന്തെങ്കിലും ഒരു ഫെസിലിറ്റി കൂടുതലുള്ള ക്യാമറ ഇപ്പോൾ കണ്ടുപിടിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. 3 മാസമുള്ള ഒരു ക്യാമറയുടെ റെഡാണ് ഇപ്പം ഉള്ളതിൽ ഏറ്റവും നല്ലൊരു ഇത്. എഡിറ്റ് ചെയ്യുന്ന ഡാവിഞ്ചി അങ്ങനെയുള്ള ഒത്തിരി ഫെസിലിറ്റി ഉണ്ട്. അതുപോലെ തന്നെ ഈ ക്യാമറയ്ക്കുള്ളൊരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ ക്യാമറ, ഈ എഡിറ്റിംഗ് ഫെസിലിറ്റി എല്ലാം ഈ ലോകത്തിരിക്കുന്ന ഒരേ ഒരു സംഭവം തന്നെയാണ്. പക്ഷേ അത് നിലവിൽ അത് യൂസ് ചെയ്യുന്ന, അതായത് അത് ഉപയോഗിക്കുന്ന ആളുടെ സെൻസ് പോലെ ഇരിക്കും. ഒരു ഫിലിമിലൊരു ക്യാമറ ചെയ്യുമ്പോൾ ആ ക്യാമറയ്ക്ക് ആ ഷോർട്ട് ഫിലിം ചെയ്ത അവസ്ഥയൊന്നുമല്ല ശരിക്കുള്ളൊരു ഫിലിമിൻ്റെ ക്യാമറയ്ക്കുള്ളത്. അത് ഒരു ഷോട്ട് റീടേക്ക് എടുക്കുന്ന ടേക്കുകളാണ്. അതിൽ ഓരോ ഷോട്ടിനും ഓരോ പർപ്പസുണ്ട്. അതായത് നമ്മൾ സെൻറ്റിമെൻ്റലായിട്ടുള്ളൊരു സീൻ വരുമ്പോൾ അതിൻ്റെ ഒരു ഷോട്ടിന് അതിൻ്റേതായ ഒരു പർപ്പസുണ്ട്. കാരണം ഒരു ദുഃഖകരമായൊരു സംഭവമാണെങ്കിൽ അതിൻ്റെ ആ മൂവ്മെൻറ്റ്, അതായത് സൂം ചെയ്ത് ചാർജ് ചെയ്ത് അടുത്തേക്ക് വരിക, കണ്ണുകളുടെ ആ ടൈറ്റ് ഫ്രെയിമുകൾ, പിന്നെ ഓരോ ആർട്ടിസ്റ്റിൻ്റെ ഓരോ മെൻറ്റാലിറ്റിക്കും, ഓരോ സീനിൻ്റെ ഓരോ മെൻറ്റാലിറ്റിക്കും, ഓരോ അതിൻ്റെ അടക്കത്തിനും അനുസരിച്ച് അതിൻ്റെ ഫ്രെയിംസിന് വ്യത്യാസമുണ്ട്. അതിനുപയോഗിക്കുന്ന ലെൻസുകൾ വിവിധ തരം ലെൻസുണ്ട്. ലെൻസ് കിറ്റിൽ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. അതൊരു ലെൻസ് കിറ്റായിട്ടാണ് നമ്മുടെ ക്യാമറയുടെ കൂടെ കിട്ടുന്നത്. ഈ പറയുന്ന പോലെ എത്ര കോടി രൂപയുടെ ക്യാമറയാണെങ്കിലും ഈ പറയുന്ന റെൻ്റൊന്നുമില്ല ഈ ഏറ്റവും നല്ല ക്യാമറയ്ക്ക്. റെഡിൻ്റെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സംഭവത്തിന് പോലും ഈ പറയുന്ന ഫെസിലിറ്റീസ് ഒന്നുമില്ല. ഇപ്പം വാനപ്രസ്ഥവം എന്ന് പറഞ്ഞൊരു സിനിമ മോഹൻലാൽ ചെയ്തപ്പോൾ അതിൻ്റെ ക്യാമറമാൻ തന്നെ അല്പം തോന്നി. അവർ AC ഇല്ലാതെ അവർ വർക്ക് ചെയ്യില്ല, ക്യാമറ വർക്ക് ചെയ്യില്ല. ഇൻറ്റീരിയർ നമ്മുടെ ഇവിടെയൊക്കെ ഫാനോ എന്തെങ്കിലും മറ്റേ കൂളറോ ഒക്കെ വെച്ച് ചെയ്യും. അവർക്ക് AC ഇല്ലാതെ ഇൻഡോർ അവർ ചെയ്യില്ല. കാരണം അവരുടെ നാട്ടിലെ ആ തണുപ്പിനനുസരിച്ച് അവർ ഹോളിവുഡിൽ അങ്ങനെ ചെയ്തു. പക്ഷേ പലരും ടെൻഷൻ അടിച്ചപ്പോൾ മോഹൻലാൽ ഈസി ആയിട്ടാണ് ഇരുന്നത്. കാരണം മോഹൻലാലിന് ഇതെല്ലാം അറിയാമായിരുന്നു. എന്നിട്ടത് സായിപ്പിനെ കൊണ്ട് അത് ചെയ്യിക്കാൻ പറ്റിയില്ല. ലാസ്റ്റ് നമ്മുടെ മലയാളി തന്നെയാണ് അതിൻ്റെ ക്യാമറ ബാക്കി ചെയ്തത്. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം ഓരോ ഷോട്ടിനും ഓരോ പർപ്പസുണ്ട്. അതിന് ഉപയോഗിക്കേണ്ട ലെൻസുകളുണ്ട്. ആകെ 3 ഷോട്ടുകളാണ് അടിസ്ഥാനപരമായിട്ടുള്ളത്: ക്ലോസ്, മിഡ്, വൈഡ്. അതിൻ്റെ വെറൈറ്റിയാണ് ക്രെയിനും ട്രോളിയും പാനിങ്ങും ജിമ്പലും ഉപയോഗിച്ചും അല്ലെങ്കിൽ ക്രെയിൻ ഉപയോഗിച്ചും ഒക്കെ ചെയ്യുന്നത്. ഹെലിക്യാമും ഒക്കെ അതിൻ്റെ വെറൈറ്റിയാണ്. ഈ 3 ഷോട്ടുകളുടെ വിവിധ വെറൈറ്റികളാണ് ഇതൊക്കെ എന്ന് കരുതുക. അപ്പോൾ ഒരു ക്യാമറാമാൻ്റെ സെൻസ്, പണ്ടൊക്കെ ക്യാമറാമാൻ എന്നായിരുന്നു പേര് വെച്ചുകൊണ്ട് വരുന്നത്. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം നിലവിൽ DOP എന്ന് വെക്കും, ഡയറക്ഷൻ ഓഫ് ഫോട്ടോഗ്രാഫി. വെറൊരു ടെക്നീഷ്യനായിട്ട് ക്യാമറാമാൻ എന്ന് പറഞ്ഞാൽ അത് ക്യാമറ ഓൺ ചെയ്ത് ഓഫ് ചെയ്യാൻ ആർക്കും പറ്റും. അതിന് യൂണിറ്റ് ബോയ്സ് ഉണ്ട്, അതിന് ഫോക്കസ് പുള്ളറുണ്ട്. അങ്ങനെ ഒരു ക്യാമറ വിങ്ങിൽ തന്നെ 4, 5, 6 പേര് കാണും. അപ്പോൾ അതൊന്നുമല്ല. ഇപ്പം ഒരു ക്യാമറാമാൻ മാറിയിരുന്ന് ചിന്നത് ഇന്ന ഒരു ഇന്നതാണ് അതിൻ്റെ ടോൺ, അതല്ല അതിൻ്റെ ഉള്ളടക്കം, അതിൻ്റെ സെൻറ്റിമെൻറ്റ്സാണ്, അല്ലെങ്കിൽ അതിന് വേണ്ടത് നമുക്ക് സോഫ്റ്റ് മൂവ്മെൻറ്റാണ്. ആക്ഷൻ പടങ്ങളെല്ലാം വിജയിക്കുന്ന ക്യാമറയുടെ ട്രിക്കാണ് അതിനകത്ത് ഭയങ്കരമായ. ക്യാമറ എഡിറ്റിങ്, അതിൻ്റെ സപ്പോർട്ടിങ്, അതായത് സ്റ്റണ്ട്, ഡാൻസ്, അതിൻ്റെയൊക്കെ ആളുകളുടെ സപ്പോർട്ടാണ് അതിന് കൂടുതലും ഉപകരിക്കുന്നത്. പക്ഷേ ഈ ക്യാമറ മാറിയിരുന്ന ചെയ്താക്കി ഡയറക്ടർ ചെയ്യുന്ന പോലെ ഡയറക്ഷൻ ഓഫ് ഫോട്ടോഗ്രാഫിയാണ് ഇപ്പം DOP അങ്ങനെയുള്ളൊരവസ്ഥ എത്തി. കാരണം ഒരു ക്യാമറമാന് പലയിടത്ത് 3 ക്യാമറ, 5 ക്യാമറയും, ഞാൻ പറഞ്ഞല്ലോ ജാക്കി ചാൻ്റെ സിനിമകളിൽ 60
ക്യാമറകൾ ഉപയോഗിക്കുന്നുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ അയാൾ ഒരു മുകളിൽ നിന്ന് ചാടുന്ന ഒരു സീന് ഒത്തിരി സപ്പോർട്ടുകളും ടെക്നിക്കലായിട്ടുണ്ടെങ്കിലും സുരക്ഷിത സംവിധാനങ്ങളുണ്ടെങ്കിൽ അയാൾക്ക് ഒരുപാട് അപകടങ്ങൾ പറ്റിയിട്ടുള്ള ആളാണ് അദ്ദേഹം. അദ്ദേഹം 60 ക്യാമറ ഉണ്ട്. അത് ഡയറക്ഷൻ ഓഫ് ഫോട്ടോഗ്രാഫി അവിടെയാണ് വരുന്നത്. ഇതെല്ലാം നിയന്ത്രിക്കുന്ന ഒരു ക്യാമറ DOP ചെയ്യുന്ന ആളാണ്. പക്ഷേ ക്യാമറയുടെ അതായത് ടെക്നീഷ്യൻ അവർ പറഞ്ഞു കൊടുത്ത ഷോട്ട് വെച്ച് അവരിങ്ങനെ ക്ലോസ്, ടൈറ്റ്, മിഡ്, എങ്ങനെ ഹൈ ആംഗിൾ എല്ലാം ചെയ്തിരിക്കും. നമ്മുടെ ഇവിടെ സ്റ്റണ്ട് ചെയ്യുമ്പോൾ 3-4 ക്യാമറയാണ്. 4 ക്യാമറയൊക്കെ ഒന്നിച്ച് ഒരു ക്യാമറമാന് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് 4 ക്യാമറമാനാണ് ചെയ്യുന്നത്. പക്ഷേ DOP ചെയ്യുന്ന സ്റ്റണ്ട് മാസ്റ്റർ ടൈമുകളൊക്കെ തീരുമാനിക്കുന്നത് സ്റ്റണ്ട് മാസ്റ്റർ തന്നെയാണ് ചെയ്യുന്നത്. അത് എഡിറ്റ് ചെയ്യുന്നതും അദ്ദേഹം തന്നെയായിരിക്കും. സോങ്ങും അങ്ങനെ തന്നെ 2-3 ആംഗിളിൽ വെക്കും, ടൈറ്റും മിഡും ഒക്കെ വെച്ചിരിക്കുക അത് എഡിറ്റ് ചെയ്യാനുള്ള ഇതിന്. അത് അവരാണ് എഡിറ്റ് ചെയ്യുന്നതൊക്കെ. അപ്പോൾ ക്യാമറമാൻ അങ്ങനെ ഒരു ഉദ്ദേശമുണ്ട്. പണ്ടൊക്കെ ഒരു ക്യാമറമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10-12 കൊല്ലം ലൈറ്റ് ബോയ് ആയിട്ട് നിന്ന് പിന്നെ ക്യാമറ അസിസ്റ്റൻ്റായിട്ട് നിന്ന് ക്യാമറ അസിസ്റ്റൻ്റായിട്ട് നേരെ കയറുന്ന ആളൊരു 10 കൊല്ലം 8 കൊല്ലമൊക്കെ കഴിഞ്ഞാണ് അയാൾ ക്യാമറ ഒന്ന് ഓപ്പറേറ്റ് ചെയ്യാൻ പഠിക്കുന്നത്. ഇല്ലെങ്കിൽ അത് ഓൺ ചെയ്യാനോ ഓഫ് ചെയ്യാനോ പിന്നെ ഫോക്കസ് പുള്ളറായിട്ട് നിൽക്കും. പിന്നെ അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട് അതിനകത്ത്. അതങ്ങനെയൊക്കെയാണ് ഈ ക്യാമറാമാൻ്റെ രീതികൾ. പിന്നെ ക്യാമറകളിപ്പം ഒരുപാട് അഡ്വാൻസ്ഡായിട്ട് ഒരുപാട് 3 മാസം കൂടുമ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണ് ക്യാമറയുടെ പുതിയ സിസ്റ്റം പുതിയ ക്യാമറ ആയിട്ടല്ല ഇറങ്ങുന്നത്. അതിനകത്ത് എന്തെങ്കിലും ആഡ് ചെയ്യപ്പെടുന്നുണ്ട് അങ്ങനെയുള്ള. എന്നാലും നമുക്കിപ്പം ലോകത്തെല്ലായിടത്തും കിട്ടുന്ന ക്യാമറ ഏറ്റവും ഹൈ ഫെസിലിറ്റി ഉള്ളത് തന്നെയാണ്. ഒരു സീനൊക്കെ പിന്നെ ചില ക്യാമറമാരുണ്ട് കഥയൊന്നും കേൾക്കാതെ അങ്ങ് ചെയ്യും കിട്ടുന്ന ഷോട്ട് വെച്ച്. ആക്ഷൻ സിനിമകളിലെല്ലാം ക്യാമറാമാൻ ശരിക്കും ആ ക്യാമറാമാൻ്റെ ഒരു ഡയറക്ടറേക്കാൾ കൂടുതൽ ഒരു ക്യാമറാമാൻ്റെ യുക്തിയാണ് ആ ആക്ഷൻ പടങ്ങൾ എങ്ങനെ ഷോട്ടുകൾ എടുത്തു വെക്കണം. കാരണം എഡിറ്റർ അവിടെ ചെല്ലുമ്പം ചില ക്യാമറമാർ പ്രതീക്ഷിക്കാത്ത ഒരുപാട് ഷോട്ടുകൾ എടുത്തു വെച്ചിരിക്കും. കാരണം എഡിറ്റർക്ക് ഭയങ്കര സന്തോഷമാണ് അത് കാണുമ്പോൾ. അപ്പം ഞാൻ വിവേക് ഹർഷൻ എന്ന് പറഞ്ഞ ആളുടെ കൂടെ ഞാനൊരു ഞാൻ ഫോണിൽ കൂടെ ബന്ധപ്പെട്ടുള്ള വർക്കിന് എഡിറ്റിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തതാണ്. ഒരു പയ്യനായിരുന്നു വിവേക് ഹർഷൻ. ഇപ്പം ഏറ്റവും നല്ല വർക്കുകൾ ചെയ്യാൻ വിവേക് ഹർഷൻ സമയമില്ല. അദ്ദേഹം അസിസ്റ്റൻസിനെ കൊണ്ടെങ്ങാണ്ട് റഫ് കട്ട് ചെയ്യുന്നത്. പക്ഷേ അദ്ദേഹം ഏറ്റവും നല്ലപോലെ അന്ന് നമ്മൾ ചെയ്ത ഒരു സിനിമ വിവേക് ഹർഷനെ വലിയ ഡയറക്ടറാണ് ചെയ്തത്. ഞാൻ അതിൻ്റെ കൂടെ എന്നെ കോണ്ടാക്ട് ചെയ്യാൻ കാരണം ഞാൻ അതിൻ്റെ റിപ്പോർട്ട് എഴുതിക്കൊണ്ടിരുന്നു. അപ്പോൾ എനിക്കറിയുള്ളൂ അതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. നല്ല അത് എഡിറ്റേഴ്സിന് ഭയങ്കര സന്തോഷമായിരിക്കും. ഷോട്ടുകൾ വാരി വിതറിയിട്ടിരിക്കും. അതിൽ നിന്ന് സെലക്ട് ചെയ്യാൻ ഭയങ്കര എളുപ്പമായിരിക്കും. അത് ഈ ക്യാമറമാൻ്റെ കഴിവാണ്. ക്യാമറമാൻ എന്നിട്ട് സ്പോട്ട് എഡിറ്റ് കാണും. അവിടെ വെച്ച് ഇതൊക്കെ കൊടുത്താലും ഇത് ശരിക്കുമുള്ള എഡിറ്റർ അവിടെ നിന്ന് ചെയ്യാൻ ഇതാണ്. ഈ ക്യാമറമാന് കണ്ടിട്ട് അതിൻ്റെ ഒരു ലൈറ്റിങ് പഠിക്കുന്നതിന് 12 വർഷം വേണം. അത് അന്നത്തെ കാലത്ത്. പക്ഷേ ഇന്നത്തെ കാലത്ത് മെഴുകുതിരി വെളിച്ചം മിന്നാമിനിങ്ങിൻ്റെ വെളിച്ചത്തിൽ ഇന്ന് ഷൂട്ട് ചെയ്യാം. മിന്നാമിനിങ്ങിനെ ഷൂട്ട് ചെയ്യാം. പക്ഷേ മിന്നാമിനിങ്ങിനെ പണ്ട് ഷൂട്ട് ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഇന്ന് ഗ്രാഫിക്സിലൊക്കെ ഒത്തിരി മിന്നാമിനിങ്ങും അങ്ങനെയൊക്കെ വരുന്നുണ്ട്. എങ്കിലും മിന്നാമിനിങ് അതിനുള്ള ഫെസിലിറ്റിയായി ക്യാമറയ്ക്ക്. ഒരു ലൈറ്റ് പോലും ഇല്ലാതെ ക്യാമറ ചെയ്യുന്നവരുണ്ട് നാച്ചുറൽ ലൈറ്റിൽ. അത് അല്ലെങ്കിൽ അത്യാവശ്യം വരുന്ന ഷോട്ടുകൾ നൈറ്റ് ഷോട്ടിനൊക്കെ അവർ അത്യാവശ്യം ലൈറ്റുകൾ ഉപയോഗിക്കും. പക്ഷേ നമ്മൾ ഒരുപാട് പൈസകൾ വേസ്റ്റ് ചെയ്ത് ചില ആർട്ടിസ്റ്റൊക്കെ ഉണ്ട്, വലിയ ആർട്ടിസ്റ്റുകൾ 50,000 രൂപയുടെ ക്യാരവാന് ചുമ്മാ പുള്ളി ലീവുള്ള ദിവസം അവിടെ ചുമ്മാ കിടക്കും. അത് പ്രൊഡ്യൂസർ കൊടുക്കേണ്ട പൈസയാണ്. ലാലും മമ്മൂട്ടിയും അങ്ങനെയൊന്നുമല്ല പറഞ്ഞത്. അവരൊക്കെ സ്വന്തം എക്സ്പെൻസിൽ നിന്ന് തൻ്റെ പൈസ എന്നൊക്കെയാണ് പല വലിയ ആർട്ടിസ്റ്റുകൾ. പക്ഷേ അങ്ങനെ വേസ്റ്റ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട് ഈ ക്യാരവാൻ. ഇവിടെ ഒരു സിനിമ നടന്നിരുന്നു, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ആ സിനിമയ്ക്ക് ഈ തണുപ്പുള്ള ഈ കാലാവസ്ഥയിൽ തേക്കടിയാണ് അത് 7 ക്യാരവൻ 5 ക്യാരവൻ അവിടെ കൊണ്ടുവരുന്നു. ഇവിടെ നിറച്ച് റിസോർട്ടുകളാണ്. ടോയ്ലറ്റ് അവർക്കുണ്ട്. അവർക്കൊന്ന് ടോയ്ലറ്റിൽ പോകാനൊക്കെയാണ് ഇത് ഉപയോഗിക്കുന്നത്, റെസ്റ്റ് എടുക്കുക. ഇവിടെ തണുപ്പാണ്, ഭയങ്കര വേനൽക്കാലത്ത് ഇവിടെ തണുപ്പുള്ള സ്ഥലമാണ്. ഇവിടെ എന്തിനാണ് 5 ക്യാരവാൻ? ഒരു ക്യാരവാൻ എത്ര രൂപയാവും? നമ്മളോട് പറയും എത്ര ഉണ്ട്, 2,000-4,000 എന്നൊക്കെ പറയും. പക്ഷേ അതിൻ്റെ 2 പേര് 3 പേര് അതിൻ്റെ കൂടെ കാണും ഈ ക്യാരവാൻ്റെ കൂടെ. പിന്നെ അതിന് എപ്പോഴും അത് ഓൺ ചെയ്ത് ഇടണം. കാരണം അതിനെപ്പോഴും ഡീസൽ ചിലവായിക്കൊണ്ടേയിരിക്കും. പിന്നെ അവരുടെ ബാറ്റകൾ നമ്മൾ വിചാരിക്കുക അതിനൊക്കെ ഒരു ദിവസം എടുത്ത് ആ ക്യാരവാൻ അവിടെ യൂസ് ചെയ്യുന്നത് എൻ്റെ കണക്കൂട്ടിൽ 30,000-നും 50,000-നും ഇടയ്ക്ക് പ്രൊഡ്യൂസർക്ക് ചിലവാണ്. പിന്നെ അപ്പ് ആൻഡ് ഡൗൺ റണ്ണിങ് ബാറ്റ, ഇത് ഭയങ്കര സ്പീഡിലൊന്നും ഓടുന്ന വണ്ടിയൊന്നും അല്ലത്, യൂണിറ്റ് 24 തന്നെ.
അപ്പോൾ ഇതിങ്ങനെ ഓൺ ചെയ്ത് 12 മണിക്കൂർ ഇടുകയാണ്. ഇതിലെല്ലാ ഫെസിലിറ്റീസും ഇപ്പോൾ ഒരു ലേഡി ആർട്ടിസ്റ്റിൻ്റെ ഒരു ഇതിന് വേറൊരു പ്രൊഡ്യൂസർ അതിനകത്ത് കയറിയെന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാകുക ഏതാണ്ടൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള ഞങ്ങളുടെ നാട്ടിൽ അത് ഇപ്പം ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ അത്ഭുതപ്പെട്ടു ഈ 5ഉം 6ഉം ക്യാരവാനൊക്കെ എന്തിനാണെന്ന്. ഈ അടുത്തടുത്തടുത്ത് റിസോർട്ടുകളുണ്ട്. ഒരു റൂം എടുത്തു കഴിഞ്ഞാൽ 10,200 രൂപ കൊടുത്താൽ വൈകുന്നേരം വരെ ഉപയോഗിക്കുക, അല്ലെങ്കിൽ 2,500 രൂപ കൊടുത്താൽ. ഇവർ ഷൂട്ട് ചെയ്യുന്നത് മിക്കവാറും ഒരു ദിവസം ഒരു ലൊക്കേഷനായിരിക്കും. ഇവിടെ ഒരു 350-500 ഹോം സ്റ്റേകളും റിസോർട്ടുകളും ഉള്ള സ്ഥലമാണിത്. അപ്പം അങ്ങനെ നമ്മൾ ക്യാമറമാനെ കുറിച്ചാണ് പറഞ്ഞു വന്നത്. ഞാൻ ഈ ഇടയ്ക്ക് ഒരു പടം നടന്നിരുന്നു. അതിനകത്ത് ഞാൻ ചെറുതായിട്ട് ഹെൽപ്പ് ചെയ്തിരുന്നു. അന്നേരം ഇവിടെ സത്രം എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയിരുന്നു. ക്യാമറമാൻ വന്ന് ഡയറക്ടറും പ്രൊഡ്യൂസറും ഒക്കെ കാണുന്നതിന് മുമ്പേ, ഈ ഡയറക്ടർ പോലും കാണുന്നതിന് മുമ്പേ ക്യാമറമാൻ വന്ന് ഈ ലൊക്കേഷനെല്ലാം ഞാനും പോയിരുന്നു കൂടെ. എൻ്റെ മേളിൽ ഈ കുമ്പളിക്കാരനായ ഒരാളുണ്ടായിരുന്നു. ഹെൽപ്പിന് അദ്ദേഹത്തിൻ്റെ കൂടെ പോയതാണ്. ഞാനാണ് കൊണ്ടുപോയത് ജീപ്പിൽ. അവിടെ ഓഫറെ സത്രം എന്ന് പറഞ്ഞ സ്ഥലം, അത് ഷൂട്ട് ചെയ്യുകയും ചെയ്യുന്നു. അത് മിസ്റ്റർ മാണിക്യം എന്നും പറഞ്ഞ സമുദ്രക്കനി സാറിൻ്റെ പടമാണ്. ആ പടം അവിടെ നല്ല സൂപ്പർ ഹിറ്റായിട്ട് കഴിഞ്ഞ മാസം റിലീസായി ഓടുന്നു. ഞങ്ങളുടെ നാട്ടിലല്ല, തൊട്ടടുത്ത് തമിഴ്നാട്ടിൽ 10 കിലോമീറ്റർ അകലെ ഒന്നും ആരും കാണാനൊന്നുമില്ലായിരുന്നു ആ പടം. അപ്പോൾ എത്ര ഗ്രാൻഡായിട്ടാണ് അദ്ദേഹം ക്യാമറ യൂസ് ചെയ്തത്. ഞാൻ കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. ഞാൻ കൊണ്ട് കാണിച്ചിരുന്നു ആ ലൊക്കേഷൻ. പക്ഷേ അദ്ദേഹത്തിന് എന്നെ ഓർമ്മയൊന്നും കാണുകയില്ല. ഞാനാകെ 17 ദിവസം അതിലൂടെ നിന്നുള്ളൂ. അതുപോലെ 3 ഷെഡ്യൂളായിട്ടൊക്കെയാണ് ഇവിടെ നടന്നത്. ഇടുക്കിയിലെയാണ് മൊത്തം. എത്ര ഭംഗിയായിട്ടാണ് ആ ക്യാമറ, ഈ ഇടുക്കിയിലെ സൗന്ദര്യം ഒരു മലയാള പടം യൂസ് ചെയ്തിട്ടില്ല. അതിൻ്റെ ക്യാമറമാൻ അത് മൊത്തം യൂസ് ചെയ്തിരുന്നു. അദ്ദേഹം ചോദിക്കുന്നത് അത് സത്യത്തിൻ്റെ വലത് സൈഡ് തമിഴ്നാട് അല്ല പെരിയാർ റിസർവും മറ്റേത് ശബരിമല റിസർവും, അങ്ങനെ കണ്ട് രണ്ടാണ്. അവിടെ കയറാൻ പറ്റും. അവിടെ നിന്ന് മൃഗങ്ങളെയൊക്കെ കാണാം. അങ്ങനെ ഒരു അവസ്ഥയുണ്ട്. ആ കഥയിൽ പോലും ഒരു ആന ഇവർ ഓടിക്കുന്ന അത് ആ ഭാഗത്ത് നിന്ന് കണ്ട് അവർക്ക് കളക്ട് ചെയ്ത് കിട്ടിയതാണ്. സ്ക്രിപ്റ്റിലുണ്ടായിരുന്നതല്ല. സ്ക്രിപ്റ്റുകളൊക്കെ തിരുത്തപ്പെടുകയൊക്കെ ചെയ്യുമല്ലോ. അത് ക്യാമറമാൻ്റെ ഒരു കഴിവാണ്. ഈ ലൈറ്റിങ് പഠിച്ച് 10-12 കൊല്ലം അങ്ങനെ നിന്ന് സ്റ്റേനെടുത്ത്. ഇപ്പം നമ്മളൊക്കെ യൂട്യൂബിലോ ഇതൊക്കെ ചെയ്യുന്ന അമച്ചറിസമാണ്. പക്ഷേ നമ്മൾ നല്ലൊരു ഫോണുണ്ടെങ്കിൽ ഐഫോൺ പോലും വേണ്ട, എത്ര ക്ലാരിറ്റിയാണ് നമ്മുടെ ഈ ഫോണുകളിൽ എടുക്കുന്നത്. പക്ഷേ ഇതിൻ്റെയൊക്കെ പിന്നിൽ യഥാർത്ഥ ക്യാമറമാനും സാധാ ഒരു പ്രോഗ്രാം ചെയ്യുന്ന ഒരു ക്യാമറമാനും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. അയാൾക്ക് അതിൻ്റെ ഈ പർപ്പസ് അറിയാം. വികാരങ്ങൾ, നവരസങ്ങളെന്നൊക്കെ പറഞ്ഞാൽ അത് ആ രസത്തിന് ഏത് ലെൻസ് ഉപയോഗിക്കണം, ഏത് ലൈറ്റ് വേണം, ഏത് ടോണ് വേണം, എങ്ങനെ ക്യാമറ മൂവ് ചെയ്യണം എന്നൊക്കെ അറിയാം. ഇതൊക്കെയാണ് ക്യാമറമാൻ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ. അത് നിങ്ങൾ ഒന്ന് മനസ്സിൽ വെച്ചോളുക. പിന്നെ നമുക്ക് നമ്മൾ ചെയ്യുന്ന പോലെയൊക്കെ തന്നെ ചെയ്യുകയും ചെയ്യാം. നന്ദി, നമസ്കാരം. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം.